നമസ്കാരം. എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗായത്രി മന്ത്രത്തെ പറ്റിയാണ് പറയുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി കരുതപ്പെടുന്ന ഒന്നാണ് ഗായത്രി മന്ത്രം. ബുദ്ധിയും ജ്ഞാനവും വർദ്ധിപ്പിക്കാനും മനസ്സിനെ തെളിച്ചമുള്ളതാക്കാനും വേണ്ടിയാണ് പ്രധാനമായും ഈ മന്ത്രം ജപിക്കുന്നത്. ഗായത്രി മന്ത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്തിനാണ് ഗായത്രി മന്ത്രം ജപിക്കുന്നത് നമുക്ക് നോക്കാം. മനസ്സിനെ ഏകാഗ്രമാക്കാനും വിവേക ബുദ്ധി ഉണർത്താനും ഇത് സഹായിക്കുന്നു. ഭയത്തെ അകറ്റി മനസ്സിന് ധൈര്യവും ആത്മബലവും നൽകുന്നു. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് മോചനം നേടാൻ ഗായത്രി ജപം ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശരീരത്തിലും ചുറ്റുപാടിലും നല്ലൊരു ഊർജ്ജം നിറയ്ക്കാൻ ഈ മന്ത്രധ്വനിക്ക് സാധിക്കും. भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्. ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ആ പരമപൊരുൾ സൂര്യഭഗവാനെ നമ്മുടെ ബുദ്ധിയെ ശരിയായ വഴിയിലൂടെ നയിക്കട്ടെ എന്നതാണ്. ഇനി എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സൂര്യോദയത്തിന് മുൻപുള്ള ബ്രാഹ്മ മുഹൂർത്തം അല്ലെങ്കിൽ ഉച്ചസമയം അല്ലെങ്കിൽ സൂര്യാസ്തമയ സമയം എന്നിവയാണ് ഏറ്റവും അനുയോജ്യം. ഇതിനെ ത്രിസന്ധ്യകൾ എന്നാണ് വിളിക്കുന്നത്. കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെയും ശാന്തമായ മനസ്സോടെയും ജപിക്കുക. കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുന്നതാണ് ഉത്തമം. മന്ത്രം പുറത്തേക്ക് കേൾക്കാവുന്ന രീതിയിലോ അല്ലെങ്കിൽ മനസ്സിലോ ജപിക്കാവുന്നതാണ്. സാധാരണയായി 10 അല്ലെങ്കിൽ 28 അല്ലെങ്കിൽ 108 എത്ര തവണ വീതം ജപിക്കുന്നതാണ് പതിവ്. തുടർച്ചയായ നാമജപം മനസ്സിന് വലിയ ശാന്തിയും ഐശ്വര്യവും നൽകും. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.